നമസ്കാരം. ഏകാന്ത യാത്രകളുടെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ആർട്സ് കോളേജിൻ്റെ ഈ ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 29-30 വർഷമാവുകയാണ് ഞാൻ ആർട്സ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം ആളുകളും ഞാൻ പഠിച്ചിറങ്ങി വീണ്ടും ഒരു 10 വർഷത്തിന് ശേഷം ജനിച്ച ആളുകളായിരിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല കൗതുകമുണ്ട്. അക്കാര്യത്തിൽ യാത്രകളുടെ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു പരിധി വരെ പൊങ്ങച്ചത്തിന്റെ ഒരു സെഷൻ കൂടിയാണ്. കാരണം ഞാൻ 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 എന്ന വാക്ക് ഇടയ്ക്കിടെ ആവർത്തിക്കാതെ നമുക്ക് നമ്മുടെ യാത്രകളെ പറ്റി പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അപൂർവം യാത്രാ വിവരണങ്ങളാണ് ഞാൻ ഈ ഞാനിസം ഇല്ലാത്തത് കണ്ടിട്ടുള്ളത്. ഒന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ കോഴിക്കോട്ടുകാർ ചിന്തരവി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന രവിയേട്ടൻ്റെ യാത്രാ വിവരണങ്ങളിൽ പലപ്പോഴും ഈ ഞാനില്ലാതാവുകയും നമ്മളുണ്ടാവുകയും പറയുന്ന ഒരു ദേശം മുന്നോട്ട് തള്ളി വരികയും ചെയ്യുന്ന ഒരു എഴുത്ത് രീതി രവിയേട്ടനിൽ കണ്ടിട്ടുണ്ട്, വിക്രമൻ നായരിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പരിധി വരെ വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവത ഭൂവിൽ പോലുള്ള യാത്രാവിവരണങ്ങളിൽ അത്തരം സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പല ആംഗിളുകളിൽ ഒരു സ്ഥലത്തിനെ, ഒരു ഭൂമിയെ, ഒരു സംസ്ഥാനത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതി വീരേന്ദ്രകുമാർ ഹൈമവത ഭൂവിൽ പോലുള്ള പുസ്തകങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത്തരം സമയങ്ങളിലാണ് ഈ ഞാൻ അതിൽ കുറഞ്ഞു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ യാത്ര ചെയ്യുന്ന ആളുകളോട്, മറ്റു എഴുത്തുകാരോട് തോന്നുന്ന തരത്തിലുള്ള ഒരു ബഹുമാനമൊന്നും ആളുകൾക്ക് തോന്നാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി വരെ അസൂയാണ് തോന്നാറുള്ളത്. എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണല്ലോ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഓടാൻ പറ്റാത്ത ദൂരങ്ങളാണല്ലോ ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് തുഴയാൻ പറ്റാത്ത നദികളാണല്ലോ ഇവർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ അസൂയോട് കൂടിയിട്ടാണ് യാത്രികരെ എപ്പോഴും ആളുകൾ സമീപിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ തോന്നൽ ശരിയായിക്കൊള്ളുന്നില്ല, അതെൻ്റെ തോന്നൽ മാത്രമാണ്. അതുകൊണ്ടുകൂടിയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഭാഷകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ, ഏറ്റവും കൂടുതൽ ഈ ട്രാവൽ ബ്ലോഗേഴ്സ്, ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കോളങ്ങൾ എല്ലാം മലയാളത്തിൽ കൂടുതലുള്ളത് ഇതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും ഈവൻ ആർട്സ് കോളേജിൽ തന്നെ നമ്മുടെ ഇവിടെ ടൂറിസം ക്ലബിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡോക്ടർ സലീജ വിളിച്ച സമയത്ത് ഞാൻ ഇതേ ഒരു കാര്യം പറഞ്ഞിരുന്നു. മലയാളികളിൽ നല്ലൊരു പങ്ക് ആം ചെയർ ടൂറിസ്റ്റുകളാണ്. എല്ലാ ട്രാവൽ മാഗസിനുകൾ മേടിക്കുകയും എല്ലാ പേജും മറിച്ചു നോക്കുകയും ആദ്യം കാണുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് വായിച്ചിട്ട് എന്തായാലും നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ആം ചെയറിൽ 2 അടി അടിക്കുകയും ഉടനെ അടുത്ത പേജ് മറിക്കുക, അവിടെയും പോകണം എന്ന് പറയുകയും ഒരു സ്ഥലത്തും പോവാതെ അടുത്ത പ്രാവശ്യം ട്രാവൽ മാഗസിൻ വരുമ്പോൾ ആദ്യത്തെ സ്ഥലങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ഒരു ആം ചെയറിൽ ഇരുത്തുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആം ചെയർ ടൂറിസ്റ്റുകളാണ് നല്ലൊരു പങ്ക് മലയാളികൾ. കോവിഡിന് മുൻപേ വരെ, കോവിഡിന് ശേഷം അതിൻ്റെ അത്തരം ഒരു സ്ഥലത്തു നിന്നാണ് നിധി കുര്യനെ പോലുള്ള ഒരാൾ വ്യത്യസ്തയാവുന്നത്. യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്യല്ല, അതിന് ഇറങ്ങി പുറപ്പെടുകയും ഒരുപക്ഷെ നമ്മൾ ആരും തുനിയാത്ത വിധത്തിൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നിധിയുടെ ഒരു പ്രത്യേകത. 100 ദിവസം ഒറ്റയ്ക്ക് ഒരു കാറിൽ ഇന്ത്യ മുഴുവൻ ചുറ്റുക എന്നുള്ളത് നിധിയുടെ പല യാത്രകൾക്ക് ശേഷമാണ് നിധി അങ്ങനെ ഒരു യാത്രയിലേക്ക് പോയിട്ടുള്ളത്. നിധി ആദ്യമേ അതിലേക്ക് എടുത്തു ചാടുക അല്ല എന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. നിധി പെൺയാത്രികരുടെ യാത്രകളെ പറ്റിയുള്ള പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് നിധിയുടെ വളരെ കാലത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മയുണ്ട്, നിധി കാറ് മേടിക്കുന്നത് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ 100 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ കാറിൽ എന്നൊക്കെ പറയുമ്പോൾ സുസജ്ജമായ ഒരു വലിയ കാറ് എത്ര ദിവസം ട്രാവൽ ചെയ്താലും ആളുകൾക്ക് ക്ഷീണം വരാത്ത അങ്ങനത്തെ ഒരു കാറൊന്നുമില്ല. ഒരു ചെറിയ കാറുമായിട്ടാണ് പോയത്.
ക്യുഡ്, ഞങ്ങൾ കുരുവി എന്ന് വിളിക്കുന്ന ക്യുഡ് നാട്ടിലെ കാറുമായിട്ടാണ് നിധി പോയത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമുക്ക് ആ യാത്രയെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിക്കുന്നത്. നിധിയുടെ ഏകാന്ത യാത്രയെ പറ്റിയാണല്ലോ നമ്മുടെ സെഷൻ. എനിക്ക് തോന്നുന്നു നിധി ആ 100 ദിവസത്തെ യാത്രയെ പറ്റിയിട്ട് അതിലേക്ക് ആ തീരുമാനത്തിലേക്ക് നിധി എത്തിയതിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. മധുവേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു സോളോ യാത്രയാണ് പലരും എന്നെ ഇന്ന് ഇവിടേക്ക് ക്ഷണിക്കാനായിട്ട് ഉണ്ടായ ഒരു കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് 100 ദിവസം നടു റോഡിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എല്ലാവരും ചോദിക്കും ഞാൻ എങ്ങനെയാണ് ഒരു സോളോ യാത്രികയായതെന്ന്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ മധുവേട്ടൻ പറഞ്ഞു എല്ലാവരും ഒരു ആംചെയർ ടൂറിസം എന്ന് പറയുന്നത്. നമ്മളെ സ്വപ്നം കാണാനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും നമുക്കൊന്നും കൈവെള്ളയിൽ കൊണ്ടു തരില്ല. നമ്മളുടെ ഒരു സന്തോഷങ്ങളോ നമ്മളുടെ ഒരു യാത്രകളോ ആരും നമ്മളിലേക്ക് കൊണ്ടു തരുന്നതല്ല, നമ്മളത് തേടി പിടിക്കുന്നതാണ്. യാത്രകളിൽ നിന്ന് ജീവിതത്തിലേക്ക് ഉണ്ടായത് അങ്ങനെ ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ നിന്നൊന്നും ആയിരുന്നില്ല. ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ മധ്യ തിരുവിതാംകൂറിൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു വീടുകളിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ നേരത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്. ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല ഓക്കെ നിന്റെ സന്തോഷം യാത്രകളാണോ എങ്കിൽ യാത്രകൾ പോകൂ എന്ന് ഒരാളും നമ്മളോട് പറഞ്ഞിട്ടില്ലാത്തൊരു സമയത്ത് നിന്നാണ് നമ്മളതിനെ ബ്രേക്ക് ചെയ്യുന്നത്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യാത്രകൾ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മൂന്നാറില് നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു സമയം. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുന്ന 12 വർഷം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന വളരെ വിരളമായിട്ടാണെന്നാണ്. അത്തവണ അതിഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് മൂന്നാറില് നീലക്കുറിഞ്ഞി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പത്രങ്ങൾ. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര കണ്ട് സജ്ജമായിരുന്നില്ല. ഏകദേശം ഒരു 12-15 ഇയേഴ്സ് ബാക്ക്. സോ ഈ പടം കണ്ടിട്ട് എനിക്ക് എങ്ങനെങ്കിലും അവിടെ പോയി നീലക്കുറിഞ്ഞി കാണണമെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അതിനു മുമ്പുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഞ്ഞ് കാണുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആരും എന്നെ കൊണ്ടുപോകാനില്ല. എൻ്റെ വീട്ടില് പാരൻസ് ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ആരുടെ അടുത്തും നമുക്ക് മഞ്ഞ് കാണാൻ പോകണമെന്നൊരു ആഗ്രഹം പറയുമ്പോഴത്തേക്കും വിചാരിക്കും 10-25 വയസ്സായി, ഇപ്പോഴും ഈ ചെറിയ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മഞ്ഞ് കാണാൻ പോകണം. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല ഒരു ഏജ് കടന്നു പോയി എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടാവും. നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ഇക്കിഗൈ ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിചാരിതമായിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിന്റെ ഇക്കിഗൈ എന്താണ് എന്ന് സ്വയം നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇക്കിഗൈ എന്നുള്ളൊരു പുസ്തകത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ലൈഫിന്റെ ഇക്കിഗൈയെ കുറിച്ചിട്ടാണ്. ആ ഒരു ഇക്കിഗൈ എന്താണ് എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ലൈക്ക് അത് യാത്രകൾ തന്നെയാണ്. കുറെ മനുഷ്യരെങ്കിലും എന്നെ ഒരു കാലത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര കണ്ടിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്ന് നിന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ മേ ബി എൻ്റെ ഒരു സോളിംഗ് ഇക്കിഗൈ എന്ന് പറയുന്ന കുറെ മനുഷ്യരെങ്കിലും യാത്രകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതോ, അല്ലെങ്കിൽ യാത്ര കൊണ്ടുപോവുക എന്നല്ല ഞാൻ പറഞ്ഞത്, കുറെ മനുഷ്യരെങ്കിലും യാത്രകളിലേക്ക് കൈപിടിച്ച് നടത്താൻ പറ്റി എന്ന് പറയുന്നതായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ഒരു ഇക്കിഗൈ. അയ്യോ ഒരു 100 ഡേയ്സിന്റെ ഒരു സോളോ യാത്രയിൽ എനിക്ക് അതിഭീകരമായ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ നീലക്കുറിഞ്ഞി കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ അപ്പൊ അവളുടെ അടുത്ത് ചോദിച്ചു നമുക്ക് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോവാം. അപ്പൊ അവളുടെ ഒരു പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് മൂന്നാർ വരെ പോണം. എവിടെ? എറണാകുളത്തുനിന്ന് മൂന്നാർ വരെ പോവുക, അവിടെ ചെന്ന് നീലക്കുറിഞ്ഞി കാണുക. എടി മൂന്നാർ ഇവിടെ കൊണ്ട് വെച്ചാൽ ഞാൻ നീലക്കുറിഞ്ഞി കാണാം. അതായത് അവിടെ വരെ പോലും യാത്ര ചെയ്യാനായിട്ടുള്ള മടിയുള്ള ഒരുപാട് മനുഷ്യർ ആ കാലത്തുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യാൻ ഒട്ടും എളുപ്പമായിരുന്നില്ല. ആ കാലത്ത് ജോലിക്ക് വേണ്ടി പോലും യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ട്രെയിനിൽ യാത്ര പോകുന്നു. കറക്റ്റ് ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷൻ ആയിരുന്നു അവരുടെ യാത്രകളൊക്കെ. ഈ ഒരു 100 ഡേയ്സിന്റെ കാറിലുള്ള സോളോ യാത്രകൾക്കും ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ യാത്രകൾ തുടങ്ങുന്നത്. എളുപ്പമായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലം എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഡെസ്റ്റിനേഷൻ. ഈ ഒരിക്കലും നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷനുള്ള യാത്രകൾ ഒരിക്കലും നമുക്ക് നമ്മളുടെ ആത്മാവിൽ എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഈ യാത്രകൾ സന്തോഷം തരും, യാത്രകൾ നമ്മളെ രൂപാന്തരപ്പെടുത്തും എന്നൊക്കെ പറയും. പക്ഷെ ഏത് പോയിന്റിലാണ് യാത്ര ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്? യാത്രകൾ കൊണ്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരെ മധുവിനറിയോ? വെറുതെ പറയുന്നതാണ്. യാത്രകൾ കൊണ്ടൊന്നും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടാനൊന്നും പോകുന്നൊന്നുമില്ല. മോട്ടിവേഷൻ പുസ്തകങ്ങൾ എത്ര വിറ്റ് പോയാലും ശരിയാ.
യാത്രകൾ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികൾ, നിങ്ങളൊക്കെ ഇപ്പൊ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കൊന്ന് ഇറങ്ങി പുറപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ ആണ്. ആ ഒരു കംഫർട്ട് സോണിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സന്തോഷം മാത്രമാണത്. ആ ഒരു സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള ഒരു ലൈഫിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കംഫർട്ട് സോൺ ആണ്. സേഫ്റ്റി കൺസേൺസ് പറഞ്ഞ് നമ്മളുടെ വീട്ടുകാരാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയും വീട് വിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം വിട്ട് നിങ്ങൾ അധികം യാത്ര ചെയ്യേണ്ട എന്നുള്ളത്. ശരിക്കും യാത്രകൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ആയിരിക്കരുത് നിങ്ങൾ ശരിക്കും യാത്ര പോകുന്നത്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ ബ്രേക്ക് ചെയ്യാം, അതിനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്കും നമുക്ക് എല്ലാം തന്നെ ഒരു ചേഞ്ചസ് ലൈഫിൽ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഇക്കിഗൈനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാവണം നിങ്ങളുടെ ഓരോ യാത്രകളും പോകേണ്ടത്. അല്ലാതെ ഒരു സ്ഥലത്തേക്ക് ചെന്നു ആ സ്ഥലത്തെ താജ്മഹൽ, ചിലർ പറയും ആഗ്രയിൽ പോയി താജ്മഹൽ കാണുന്നു. ശരിക്കും ഞാൻ ആഗ്രയിൽ പോയിരുന്ന സമയത്ത് ഞാൻ താജ്മഹൽ അല്ല കണ്ടത്. ഞാൻ ഒരു ഫുൾ മൂൺ ഡേയിലാണ് ആഗ്രയിൽ പോകുന്നത്. ഞാൻ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് തന്നെ പോയതുകൊണ്ടാട്ടോ. ഒരു ഫുൾ മൂൺ ഡേയിലാണ് ഞാൻ ആഗ്രയിൽ പോകുന്നത്. എല്ലാവരും താജ്മഹൽ കാണാൻ പോയ സമയത്ത് ഞാൻ പോകുന്നത് അവിടുത്തെ ഏറ്റവും ഗ്രാമങ്ങളായിട്ടുള്ള കുറെ ഏരിയയിലേക്ക്, അവിടെ ലെതർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ആഗ്ര പേട ഉണ്ടാക്കുന്ന മനുഷ്യരിലേക്ക്, ഈ ആഗ്ര പേട കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ, അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ലാസ്റ്റ് പ്രയോറിറ്റി താജ്മഹൽ കാണാൻ വേണ്ടി പോകാൻ. അതും ഫുൾ മൂൺ ഉള്ളൊരു ദിവസം തന്നെയാണ് ഞാൻ പോയി കണ്ടത്. പല ആളുകൾക്കും അറിയില്ല, വെളുപ്പിനെ നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്കും താജ്മഹലിന്റെ അകത്ത് എൻട്രൻസും ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറാൻ പറ്റും. അപ്പം യാത്ര എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ. നമ്മുടെ ടോപ്പിക്ക് തന്നെ അതിരുകളില്ലാത്ത അങ്ങനെ എന്തോ ഒരു ടോപ്പിക്കാണല്ലേ. ശരി, അപ്പൊ ഈ സോളോ യാത്രയിലേക്ക് എത്തിപ്പോവുക, അല്ലെങ്കിൽ 100 ദിവസത്തേക്കുള്ള ഒരു യാത്രയിൽ ഒരു ദിവസം ഇറങ്ങി പുറപ്പെട്ടു പോകുന്നതല്ല. അതിന് ഒരുപാട് കാലങ്ങൾ എടുത്തു. അതിനു മുമ്പായിട്ട് ഒരുപാട് ബാക്ക് പാക്ക് യാത്രകൾ ചെയ്തു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ ട്രെയിനിലും ബസ്സിലും എന്താ പറയാ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്ത് ഞാൻ ഒരുപാട് ലോകം അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരിലേക്ക് ഇറങ്ങി ചെന്ന ശേഷമാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ എൻ്റെതായിട്ടുള്ള ഒരു സോളോ യാത്ര, ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന ഒരു യാത്ര എനിക്ക് വേണം എന്ന് എനിക്ക് തോന്നിയത്. ആ ഒരു യാത്ര പക്ഷെ വളരെ രസകരമായിട്ടൊരു യാത്രയായിരുന്നു. ആ ഒരു യാത്രയിലാണ് എനിക്ക് എൻ്റെ യാത്രയുടെ ഇക്കുക എന്താണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അതിനുശേഷം മനുഷ്യരാണ്, നമ്മളൊരു യാത്രയിൽ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മനുഷ്യരെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും ഏത് ജീവിതത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാറ്റം നമുക്ക് ലൈഫിൽ രൂപാന്തരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ യാത്രകൾ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. എൻ്റെ യാത്രകൾക്ക് ശേഷം ഞാൻ യാത്രകൾക്കകത്തെ കോമ്പറ്റീഷൻ ഒരുപാട് കാണുന്നുണ്ട്. ഹലോ, അല്ല ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കും, ഇതിനൊക്കെ പൈസ എവിടെ? അങ്ങനൊരു ചോദ്യമില്ലേ? അങ്ങനൊരു ചോദ്യമുണ്ട്. നിധിയുടെ കയ്യില് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓൾ ഇന്ത്യ യാത്രക്ക് ഒരു 3-4 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവുമോ? അല്ല, എനിക്കിത് പറയുമ്പോഴൊക്കെ എൻ്റെ ആശങ്ക, ഈ കുട്ടികളെ നമ്മളിത് പറഞ്ഞ് പ്രലോഭിപ്പിച്ചും പ്രചോദിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞ ഫിലോസഫിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മക്കളെ ഞാൻ പറയാം, മക്കളെ ഏറ്റവും വലിയ കറൻസി ധൈര്യമാണ്, പൈസയല്ല. ഞാൻ മനോരമ പത്രത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടാണ് എൻ്റെ യാത്രകൾ തുടങ്ങിയത്. അന്ന് ഒട്ടും കംഫർട്ട് സോണിലായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് അത്രയും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നെ കൊണ്ട് ചിലപ്പോൾ അത്രയും ഒരു റെയിൽവേ സ്റ്റേഷനിൽ തറയിൽ വിരിച്ചു കിടന്നിട്ടുള്ള യാത്രകളൊന്നും പറ്റിയെന്ന് വരില്ല. വളരെ സിമ്പിൾ ആയിട്ട് കയ്യിൽ 10 പൈസ പോലും ഇല്ലെങ്കിൽ നമുക്ക് യാത്ര പോകാം. ഇന്ത്യൻ റെയിൽവേ ഉള്ളിടത്തോളം നമ്മൾ പേടിക്കണ്ട. നമ്മൾ യാത്ര തുടങ്ങുന്ന കംഫർട്ട് സോണിലൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടോ? നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ടോ? നിങ്ങൾ അതിൻ്റെ അകത്ത് പെട്രോൾ ഒഴിക്കാനുള്ള പൈസ. ഇന്നത്തെ കാലത്ത് നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തോരം ഐഡിയാസ് ഉണ്ട്. കൊമേഴ്സ് ബിസിനസ് ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വ്ളോഗിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ട്രാവൽ ചാനൽ, ലൈഫ് വ്ളോഗ് ചാനൽ പറയുന്നത് അതിൻ്റെ ഒരു റവന്യൂ കിട്ടിപ്പോ അന്ന് ഇതൊന്നും നമ്മുടെ മുന്നിലില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വർണം പണയം വെച്ചും പിന്നെ ജോലി ചെയ്ത് കുറച്ചായിട്ട് സ്വർണം വേണം ആദ്യം പണയം വെക്കാൻ. ഇന്നത്തെ വിലയില്ല. അന്ന് ഇത്രയും വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സ്വർണ്ണത്തിന് ഇത്രയും വിലയുള്ളത്. അപ്പൊ അന്ന് നമുക്ക് സ്വർണ്ണം പണയം വെച്ച് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ആദ്യ സമയത്തെ യാത്രകളൊക്കെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ട്രെയിനിൽ ട്രാവൽ ചെയ്യും. പിന്നെ ഒരു സ്ഥലത്ത് ചെന്ന് നമുക്ക് അക്കോമഡേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാവുക. അത് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ ചെല്ലും. ഇപ്പൊ സപ്പോസ് എന്താ പറയാ
ഹൈദരാബാദിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോവാന്ന് വെച്ചു. നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ബസ് എടുക്കും, ലോക്കൽ ബസ് അവിടെ വളരെ ചീപ്പാണ്. നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലും, അവിടുത്തെ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, അവിടുത്തെ ട്രൈബ്സിനെ എക്സ്പ്ലോർ ചെയ്യും, അവിടുത്തെ ഫുഡുകൾ, അവിടുത്തെ കൾച്ചർ, ഹിസ്റ്ററി. ഞാൻ പിന്നെ കുറച്ചൊന്ന് വായിച്ച് പഠിച്ച് എന്താണ് അവിടത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കാണേണ്ടത്. ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എങ്ങനെയാണോ ഞാൻ പാസ്സായെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയ ശേഷം ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ മാഞ്ഞു പോകുന്നതും നമ്മൾ മറന്നു പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ നമ്മളായി എന്നറിയാൻ പക്ഷെ ചരിത്രം നമ്മളെ സഹായിക്കും. നമ്മൾ എങ്ങനെ നമ്മളായി മാറി എന്നുള്ളത്. പഴയ കാലത്തെ മാമൂലുകളെ പിടിച്ചു നിൽക്കണം എന്നല്ല, പക്ഷെ നമ്മൾക്ക് മുന്നേ ഉണ്ടായിരുന്ന തലമുറ ജീവിച്ചത്, അന്നത്തെ ആർക്കിടെക്ചറൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര അത്ഭുതം തോന്നും ഇപ്പോഴും. അപ്പൊ ആ യാത്രകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. നമുക്കൊരു ദിവസം അത്യാവശ്യം പോയ ഒരു 600-700 രൂപയാവും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിയുടെ ഒരു ട്രെയിൻ ആയിരിക്കും അടുത്ത് ബുക്ക് ചെയ്യുക. അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിരിക്കും. അതായത് ഒരു 4-5 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ടാവുന്ന ട്രെയിൻ ആയിരിക്കും. അപ്പൊ ഒരു അത് കഴിച്ചില്ലായി. പിന്നെ വെള്ളം, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന വെള്ളത്തിനായിരുന്നു ആ സമയത്ത്. റെയിൽവേ സ്റ്റേഷനിലെല്ലാം തന്നെ നമ്മൾ ഇവിടെ നോർത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര അൺഹൈജീനിക് ആയിട്ടുള്ളത്. പക്ഷേ മിക്ക റെയിൽവേ സ്റ്റേഷനിലും അന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് കുപ്പിയിലല്ല എടുക്കുന്ന 5 ലിറ്ററിന്റെ കന്നാസ് ഉണ്ട്. 5 ലിറ്ററിന്റെ കന്നാസിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ടാണ് പോകുന്നത്. കാരണം സ്റ്റോപ്പബിൾ അല്ല ഞാൻ. എന്റെ വീട്ടിലോ ആര് വിചാരിച്ചോ എന്നെ ഈ യാത്രയിൽ നിന്ന് തടയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചോ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു യാത്രയിൽ കൂടെ നമ്മൾ എങ്ങനെ രൂപാന്തരപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്രകൾ രൂപാന്തരപ്പെടുത്തില്ല. പക്ഷെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് എന്താ പഠിക്കുന്നത്, യാത്രയിൽ നിന്ന് എന്ത് പഠിക്കുന്നു, യാത്രയിൽ നിന്ന് നമ്മൾ സന്തോഷമാണോ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യാത്രകളിൽ നിന്ന് എനിക്ക് കിട്ടിയതൊന്നും സന്തോഷകരമായ കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ കൂടുതലും സ്ട്രഗിൾസ് ആണ്. നമ്മൾ ഏതെങ്കിലും രാത്രിയിൽ എവിടെയെങ്കിലും പെട്ടുപോയി, നമ്മൾ അതിനെ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പഠിക്കുന്നത്, നമ്മൾ കറേജ് ആണ് പഠിക്കുന്നത്. അല്ലേ? ഒരു ചോദ്യമാണ്. ഹലോ, ഈ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്നുണ്ട്. ഏത് യാത്രയ്ക്ക് പോയാലും എൻ്റെ ഒരു ബന്ധുണ്ട്. ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ബന്ധുവിനെ കണ്ടപ്പെടാതെ പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാർ. പുള്ളി ഇങ്ങനെ പലചരക്കടയൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയിലേക്ക് വേറെ പുറത്തോട്ടൊന്നും ഇങ്ങോട്ട് പോകാനൊന്നുമില്ല. പലചരക്കടയിൽ വിൽക്കേണ്ട സാധനങ്ങൾ അവിടെ ലോറിയിൽ വരും. അയാൾ കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ കോഴിക്കോട് വരെ വരും. കാരണം ഈ ഇത് പൊടിഞ്ഞു കൊടുക്കാനുള്ള കവറൊക്കെ ഇവിടെ നിന്ന് പ്രയാസം നിന്നാണ് മേടിക്കുക. അയാളോട് ഞാൻ യാത്ര പോകുന്നുണ്ട് പറഞ്ഞെങ്കിൽ കേടാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? അല്ലെങ്കിൽ യാത്ര ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്താണ് കിട്ടാതെ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതാണ് പറഞ്ഞു തുടങ്ങി കറേജിനെ പറ്റിയിട്ട്. അതെ മക്കളെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ അതിരുകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും കുറേ യാത്ര ചെയ്ത ഒരാൾ, കുറച്ച് പുസ്തകങ്ങൾ എഴുതിയ ഒരാൾ, എഡിറ്റ് ചെയ്ത ഒരാൾ, ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടൊരു ചർച്ചയല്ല എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം എനിക്ക് അങ്ങനെയൊന്നും ചർച്ചകളിൽ ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല. ആ ഒരു രീതിയിലുള്ള ചർച്ചകളിൽ സംസാരിക്കാൻ എനിക്ക് അറിയത്തുമില്ല. എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന യാത്രയാണ്, നിറഞ്ഞു തുളുമ്പുന്നതും യാത്രയാണ്. എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ അറിയത്തുള്ളൂ. എനിക്കതും വളരെ സിമ്പിളായിട്ട് തന്നെ പറയാനേ അറിയത്തുള്ളൂ. അല്ലാതെ ഭയങ്കര ഇന്റലക്ച്വലായിട്ട് ആളുകൾ സംസാരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓക്കെ, അപ്പം ഈ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ യാത്രയിൽ എൻ്റെ ഇക്കിഗൈ ഞാൻ ഏതോ ഒരു പോയിന്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അൺസ്റ്റോപ്പബിൾ ആണ്. എനിക്ക് പറ്റില്ല, എനിക്ക് യാത്ര പോകാതിരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലം കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ലൈക്ക് എൻ്റെ സോള് ക്രേവ് ചെയ്യുന്നത് എനിക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ മേ ബി ഞാൻ പറയും ചിലപ്പോൾ എൻ്റെ ചില ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും, എൻ്റെ ചില അൺഹീൽഡ് ട്രോമാസ് ആണോ എനിക്കറിയില്ല. മേ ബി ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രായം തൊട്ട്, എൻ്റെ 10-12 വയസ്സൊക്കെ തൊട്ട് ഞാൻ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ആ ഒരു പ്രായത്തിൽ ലൈക്ക് അങ്ങനെയല്ല, എന്താ പറയാ, റെസ്ട്രിക്ഷൻസ് ആണല്ലോ മധുവേട്ടാ. പ്രത്യേകിച്ചും ഞാൻ ആ ഒരു ഏജ് തൊട്ട് എൻ്റെ മാരേജ് സമയം വരെയും കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീവിക്കുന്നു. അത് കഴിഞ്ഞും റെസ്ട്രിക്ഷൻസിലേക്ക്. പക്ഷെ ചെറിയ പ്രായത്തിൽ ഞാൻ റോജ സിനിമ കണ്ടപ്പോൾ ഞാൻ കാണുന്നത് മഞ്ഞാണ്. ദിൽവാനിയ ദുൽഹനിയെ കാണുമ്പോൾ ഞാൻ കാണുന്ന കടുകുപാടങ്ങളാണ്. അല്ലെങ്കിൽ ഓരോ സിനിമകൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന ബ്ലൂ കളറിലെ കടലുകളാണ്.
അപ്പൊ ഇതൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരു 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 ബോധമായ സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ യാത്രാ പുസ്തകങ്ങൾ, വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ, നിങ്ങൾക്കൊക്കെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തായിരുന്നു എന്നൊന്നും മനസ്സിലാവാതിരുന്ന ഒരു കാലമുണ്ട്. ഇവിടെ വന്നിരുന്ന എന്താ ഈ ചേച്ചി പറയുന്നത്, അതായത് നീലക്കടലുകൾ എവിടെയെന്ന് അറിയില്ല. സത്യത്തിൽ ആരും പറഞ്ഞു തരാനില്ല. മഞ്ഞ്, റോജ സിനിമയ്ക്കകത്താണ് ഞാൻ മഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ തൊട്ട് മഞ്ഞ് കാണാൻ കൗതുകമുള്ളൊരു കുട്ടി എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ എത്ര ഏജ് ആയെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര ഏജ് ആയെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഉള്ളിലെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്രേവിങ്ങുകൾ നിങ്ങൾ എത്ര പ്രായമായാലും അത് ആ ഒരു ചൈൽഡിഷ്നെസ്സോടുകൂടി പുറത്തിയാടും. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ട് കാണിക്കാൻ ആരുമില്ല, പക്ഷെ എനിക്കത് പോയി കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ എന്നെ സന്തോഷിപ്പിക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തം എനിക്കല്ലേ. ഞാൻ യാത്ര പോകുന്നത് സന്തോഷിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കുന്നതിനെ ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയുള്ളൂ. അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ എനർജി ഡ്രെയിൻഡ് ആവും. ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാറില്ല. അവരെന്തോ പറയുന്നു അതൊന്നും ഞാൻ എടുക്കാറേയില്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. അതെനിക്ക് യാത്രയിൽ കൂടെ കിട്ടിയൊരു കാര്യമാണ്. കാരണം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച് ജീവിച്ച് അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫോർമേഷൻസ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരിടുമ്പോൾ നമ്മൾ പതറിപ്പോവുക. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരാരൊക്കെയാണ്, യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ നമ്മൾ കിട്ടുന്ന ലെസൺസ് എന്തൊക്കെയാണ്, നമുക്ക് കിട്ടുന്ന കറേജ് എന്തൊക്കെയാണ്, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അതിനേക്കാളൊക്കെ ഉപരിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുക നമ്മളുടെ ലൈഫിന്റെ ഇക്കിഗൈ എന്ന് പറയുന്ന ഒരു കാര്യം. ട്രാവൽ ചെയ്യുമ്പോൾ പൈസ പോകുമെന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും. നല്ലോണം യാത്ര ചെയ്ത ഉണ്ടാവും. ഈ പൈസ എടുത്തിട്ട് വേറെ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കും, 242 രൂപ ഒരാവശ്യം ഉണ്ടാവില്ല, എന്നാലും വിചാരിക്കും ഇതിനിപ്പോൾ എത്ര കിലോ നേന്ത്രപ്പഴം കിട്ടുന്നൊക്കെ ഞാൻ ആലോചിക്കും. മനുഷ്യന്മാരൊക്കെ ആലോചിക്കും. യാത്ര ചെയ്യാൻ അധികം പൈസയുടെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റേ, മധുവായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എന്നോട് ചോദിച്ചത് ആ 100 ദിവസത്തെ സോളോ യാത്രയാണ്. പക്ഷെ ആ 100 ദിവസത്തെ സോളോ യാത്ര എനിക്ക് പറയുക എന്ന് പറയുന്ന പാടാണ്. കാരണം ഞാൻ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരുപാട് കടമ്പകൾ കടന്ന് യാത്രകൾ ചെയ്ത് ഒരുപാട് ക്രിറ്റിസൈസിങ് കേട്ട് നമ്മളൊരു പാകപ്പെട്ട ശേഷം നമ്മൾ നമുക്ക് വേണ്ടി പോകുന്ന ഒരു യാത്ര എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഞാൻ അവിടെ എത്തിയത്. അതിന് മുമ്പുള്ള യാത്രകൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഏത് പ്രായത്തിലാണ്? എൻ്റെ ഏർലി ഒരു 20s, ഒരു മിഡിൽ ഓഫ് 20s യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ 40s കയറുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് റവന്യൂ വേണം, ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടായിരിക്കും അന്ന് ട്രാവൽ ചെയ്യുന്നത്. കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ തുടങ്ങി. അതായത് ഇവിടുന്ന് ആദ്യം ഹംപി പോയി, മംഗലാപുരം പോയി, ചിക്മംഗ്ലൂർ പോയി, പിന്നെ ഹസൻഗിരി പോയി, അതായത് ശൃംഗേരി, കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലേക്ക് പോയാണ് യാത്രകൾ. പിന്നെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങി പുറപ്പെടും, ഞായറാഴ്ച രാത്രി തിരിച്ചു വരും. കംപ്ലീറ്റ്ലി പ്ലാനിങ് ആണ്. എഴുതി കുത്തി പ്ലാനിങ്. പൈസ ആണെങ്കിൽ ഇങ്ങനെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2-2.5 രൂപയ്ക്കൊക്കെ പുറത്ത് ചായയൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം ഈ എക്സ്പെൻസ് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഇവിടെ 10 രൂപയ്ക്ക് ചായ കിട്ടുന്നു, അവിടെ അന്ന് 2.5 രൂപയ്ക്കൊക്കെ ചായ ഉണ്ട്. പിന്നെ അന്നൊരു മീൽസ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കറൻസിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു പിശുക്കത്തരമാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അന്ന് ട്രാവൽ ചെയ്യാൻ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ല. അപ്പം എന്താ, നമ്മൾ ചിലപ്പം റൊട്ടി, ലൈക്ക് അവിടെ ഇഷ്ടം പോലെ ദാല്, കറികൾ, ഇതെല്ലാം നമുക്ക് കിട്ടും. ഈ ഉച്ചയ്ക്ക് വാങ്ങിക്കുന്ന സാധനം തന്നെ ആയിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് രാത്രിയിലും കഴിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫ്രൂട്ട്സ്, പഴങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ചീപ്പാണ്. അങ്ങനെ ചീപ്പായിട്ട് ജീവിച്ച് ട്രാവൽ ചെയ്ത ശേഷമാണ് ഞാൻ ഈ പറയുന്ന ഒരു കാറിൻ്റെ ഒരു നമ്മൾ ഏജ് കഴിഞ്ഞു, നമ്മൾ ജോലി മാറി, നമ്മൾ കുറച്ചുകൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. കാലം പോകെ ഒബ്വിയസ്ലി നമ്മളുടെ കയ്യിൽ നമുക്ക് ട്രാവൽ ചെയ്യാനും ജീവിക്കാനുള്ള പൈസ വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു മോഡ് ഓഫ് ട്രാവലിംഗ് രീതിയൊക്കെ മാറും. ഞാൻ ബൈക്കിൽ പോയിട്ടുണ്ട്, സ്കൂട്ടറിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നൊരു പോയിന്റേ ഉള്ളൂ. പിന്നെ ഞാൻ ജീവിച്ചൊരു സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഒരു മധ്യ തിരുവിതാംകൂർ ആ ഒരു ഏരിയയിൽ പല മനുഷ്യരും നമ്മളുടെ ഒരു വാല്യൂ അളക്കുന്നത് നമ്മളുടെ കയ്യിലെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. നമ്മളുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എത്രയുണ്ട് അവിടെയാണ് നമുക്ക് വില തരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ജസ്റ്റ് ഒരു കറൻസിയാണ്. നമ്മളുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ സന്തോഷങ്ങൾ അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സന്തോഷങ്ങളായിരിക്കത്തില്ല.
അപ്പൊ പൈസ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പിന്നീടാണ് വരുന്നത്. ആദ്യകാലത്തെ യാത്രകൾ ഇന്ത്യ മൊത്തം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളതൊക്കെയും തന്നെ ബാക്ക് പാക്ക് യാത്രകളാണ്. ഹിച്ച് ഹൈക്കിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഒരുപാട് പേര് ഫ്രീ ആയിട്ട് ലിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചില സ്ഥലത്ത് ഈ മോണുമെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എഴുതിയെടുത്തിട്ടൊക്കെ പോകുമ്പം അങ്ങോട്ടേക്ക് ഒരു ബസ് ഉണ്ടാവും, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ബസ് പോയിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോഴായിരിക്കും മോപ്പടൊക്കെ ചവിട്ടിയിട്ട് ഏതെങ്കിലും ഒരു അപ്പാപ്പനൊക്കെ വരുന്നത്. അപ്പാപ്പാ കൈയും കാലൊക്കെ പിടിച്ചിട്ട് നമുക്ക് ലാംഗ്വേജ് അറിയില്ല. ഗുജറാത്തിലൊക്കെ ഏതെങ്കിലും ഒക്കെ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ഇവരോട് എന്ത് ഭാഷയില സംസാരിക്കാനാ? കൈയും കാലും പിടിച്ച്. അതിരുകൾ എന്ന് പറയുന്ന ഭാഷയുടെ അതിരുകളും ഉണ്ട്, അല്ലാതെ ഒരു ലാൻഡ്സ്കേപ്പിന്റെ അതിരുകൾ മാത്രമല്ല, ഭാഷയുടെ അതിരുകൾ ഉണ്ടാവും. എന്നാലും ഒരു പേടിയൊക്കെ വരില്ല ചില സമയത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ? സാധാരണ മനുഷ്യന്മാർക്ക് പേടി വരും, ധൈര്യം അങ്ങോട്ട് അഭിനയിക്കുക. ഇന്നസെന്റ് അങ്ങോട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. തേങ്ങ ഉടക്കി സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിപ്പാണ്. ധൈര്യം അങ്ങ് അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ധൈര്യം വരും. പേടിയൊക്കെ തോന്നും, പക്ഷെ ആ പേടി അഭിനന്ദിച്ചാൽ അവിടെ തീർന്നു. പക്ഷെ ശരിക്കും പേടിച്ചൊരു ഇൻസിഡന്റ് ഉണ്ട് നളന്തയിൽ പോയ സമയത്ത്. നളന്ത തക്ഷശില അവിടെ ആ ഒരു എനിക്കൊന്ന് ഒക്ടോബർ നവംബർ സമയത്താണ് ഞാൻ പോകുന്നത്. അവിടെ രാവിലെ നേരത്തെ വെളുക്കും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഇവിടുത്തെ നമ്മുടെ പുലർച്ചെ ഒരു 7 മണി പോലെ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും. പക്ഷെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ 7 മണി പോലെ അങ്ങ് ഇരുളും. അപ്പൊ എൻ്റെ ട്രെയിൻ രാത്രി 8:30. അപ്പൊ ഈ നളന്ദ തക്ഷശില എന്ന് പറയുന്നത് നോർത്തിലാണ്. അപ്പം ഭയങ്കര കുഗ്രാമമാണ്. ഒന്ന് ആലോചിച്ച്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ എന്ന് പറയുന്നത്. പക്ഷെ അതിന്ന് സ്ഥിതി ചെയ്യുന്നത് വളരെ റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു കുഗ്രാമമാണത്. ഭയങ്കര പ്രയാസമാണ്. അന്ന് ആ സമയത്ത് ഞാൻ തക്ഷശിലയിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു വണ്ടിക്കകത്ത് തൂങ്ങി പിടിച്ചൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ എക്സ്പെക്ടേഷനിൽ നളന്ദ എന്ന് പറയുന്ന കുറച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, കത്തിപ്പോയി എന്നിരുന്നാൽ പോലും. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ 7 മണിയുടെ രീതിയിൽ അതങ്ങ് ലേറ്റായി. അവിടുന്ന് നടന്നു വരാൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വരെ നടന്നു വരാനായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ 2 പേര് നമ്മളെ ഫോളോ ചെയ്യാണ്. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നൊരു പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഓ പത്രവാർത്ത നാളെ എന്തായിരിക്കും. നളന്ദ, തക്ഷശില, ഗയയൊക്കെ ബുദ്ധന്റെ സ്ഥലമാണെങ്കിൽ പോലും ഭയങ്കര ക്രിമിനൽ കേസുകൾ കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പേര് ബുദ്ധന്റെ സ്ഥലമാണെന്നാണ്. അതെ 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 അതെ, ആ ഒരു ഏരിയാസിലൊക്കെ ഒരുപാട്. അപ്പം നമ്മൾ ആ സ്പീഡിൽ നടക്കുന്ന സമയത്തുണ്ടല്ലോ നെഞ്ചൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരും. ഞാനൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ വെക്കും, ഇറങ്ങി വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പേടിയാ, എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാല് നമ്മളോടൊന്നും ആരും ചോദിക്കാനില്ല, നമ്മളങ്ങ് തീർന്നു പോയി. പക്ഷെ വീട്ടുകാർ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഓ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലെയിമിങ് കേൾക്കേണ്ടി വരുന്നത്, നീ അവളെ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടല്ലേ എന്നുള്ളത്. ഞാനൊരിക്കൽ ഒരു ബൈക്കിൽ ഒരു ഓൾ ഇന്ത്യ യാത്ര പോയി. അത് ഒരു റീസൺ വേണമല്ലോ. ഇത് നിങ്ങൾ വേറെ ഇങ്ങ് എടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ, ഇത് ചോദിക്കുന്നല്ലോ, ഇതൊന്നും വരത്തൊന്നുമില്ലല്ലോ അല്ലേ. ഇപ്പോഴും അതിന്റെ സത്യം അറിഞ്ഞിട്ടില്ല. അമ്മ കാണില്ലല്ലോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. അതെ. അപ്പൊ ഈ സമയത്തെ പോവാനൊരു എക്സ്ക്യൂസ് വേണം. ഓൾ ഇന്ത്യ യാത്രയാണ്, ബൈക്കിലാണ്. അപ്പോൾ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കൺവിൻസ് ചെയ്യാൻ വേണം. ഒരു എക്സ്ക്യൂസ് എങ്ങനെയും ഉണ്ടാക്കാം, കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പാട്. ആ കാലത്ത് അങ്ങനെ ബൈക്കിൽ ഒരു ഓൾ ഇന്ത്യ എന്ന് പറയുന്നത് 2015 കാലഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ ഭയങ്കര കോമൺ ആട്ടോ. അന്ന് നമുക്ക് ഈ ഗൂഗിള് റൂട്ട് മാപ്പ് ഒക്കെ നോക്കി എങ്ങനെ ഖർദുങ്കല വരെ എത്തിപ്പോകുന്ന ഒരു പിടിയില്ല. ഞാൻ ഈ പറഞ്ഞില്ലേ ഒരു ഇക്കിഗയുടെ കാര്യം പറഞ്ഞില്ലേ, അതായത് ലേ ലഡാക്കിലൊക്കെ പോയിട്ട് എൻ്റെ 1-2 ബ്രദേഴ്സൊക്കെ പോയിട്ട് അവർ ഫോട്ടോ കൊണ്ട് കാണിക്കുന്ന സമയത്ത് ലേ ലഡാക്കൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോവും. ഭയങ്കര ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു ഡ്രൈ ഡെസേർട്ട്. എങ്ങനെ ഇവിടെ എത്തിപ്പെടും എന്നൊരു ഐഡിയ ഇല്ല. ആ സമയത്ത് ഓർത്തു ഒരു ബൈക്കിലൊക്കെ പോവാം. അങ്ങനെ ഒരു ബൈക്ക് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് അവസാന സമയത്ത് ഇത് എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളപ്പം ഒരു തീം അങ്ങ് കൊണ്ടുവന്നു, മതേതരത്വ യാത്ര. അതായത് ഒരു സന്ദേശവുമായിട്ടാണ് പോകുന്നതെന്നൊക്കെ. അപ്പൊ അമ്മേനെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്തു, ഈ ഒരു യാത്ര പോകുന്നത് ലൈക്ക് എന്താ ശരിക്കും യാത്ര പോകുന്നത് അങ്ങനെ. അവസാനം അമ്മ പറഞ്ഞു ഇങ്ങനെ ഇവർ 2 പേരും കൂടെ, ഞാൻ ബ്രദറും ഉണ്ട്, ഇവർ 2 പേരും കൂടെ ഓൾ ഇന്ത്യ യാത്ര പോവുക, ലേ ലഡാക്ക്, കാർഗിൽ, കാശ്മീർ ഒക്കെയാണ് പോകുന്നത്, മതേതരത്വ യാത്രയാണെന്നൊക്കെ. ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള വീടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ കുറെ കസിൻസ് ഒക്കെ ചോദിച്ചു, ഇവരെന്തിനാ ഈ വിടുന്നത്? അപ്പൊ അമ്മയുടെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിത്. അപ്പൊ അമ്മയുടെ വിചാരം ഞാൻ ഭാരതത്തിന് വേണ്ടിയിട്ടെന്തോ സ്വാതന്ത്ര്യ സമരത്തിന് മക്കളെ വിടുന്ന മാതിരി ഭാരത് മാതാ കി ജയ് പോയിട്ട്
ഭാരത് മാതാ കീ ജയ്. ഇനി പോയിട്ട് ഇവര് മരിച്ചു പോയാലും സാരമില്ല, രാജ്യത്തിന് വേണ്ടിയിട്ടാന്ന് ഞാനങ്ങ് വിചാരിച്ചോളാന്ന്. ഞാനൊരു പോയിന്റിലുണ്ടല്ലോ ഇങ്ങനെ സ്റ്റക്കായി നിന്നു. ഞാൻ കാലിലൊന്നും വീണില്ല, എന്നാലും ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ ദൈവമേ. കാരണം നമുക്ക് ഇറങ്ങിപ്പോവാനൊരു റീസൺ വേണം, പക്ഷെ അവരെ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതി അങ്ങനെ അന്ന് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. അതിനുശേഷം ഞാൻ ഈ ഓൾ ഇന്ത്യ യാത്ര സോളോ 100 days പോകാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ അന്ന് ആരും ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഒരാൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ മകളെ വിടാൻ പേടിയൊന്നുമില്ലേന്ന്. സത്യാവസ്ഥ അമ്മയുടെ വായി നിന്ന് പുറത്തു വന്നു. പിന്നെ അമ്മ ഇതിനങ്ങ് കവറപ്പ് ചെയ്തു. അല്ല അതിപ്പൊ ഞാൻ പറഞ്ഞാലും അവള് പോകാതിരിക്കത്തൊന്നുമില്ലല്ലോ, അവളങ്ങ് പോകും. പിന്നെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് കഥയൊന്നുമില്ല, പോകാൻ തീരുമാനിച്ചാൽ അവളങ്ങ് പോകും. പിന്നെയാണ് ആൾക്ക് അബദ്ധം മനസ്സിലായത്. അയ്യോ ഇനി എങ്ങാണ് ഇവളിത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അവള് പൊക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാലും പോകാതിരിക്കത്തൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതാണ് എൻ്റെ ഒരു ഇക്കിഗൈ എന്ന് പറയുന്നത്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ ഹോട്ടൽ റൂംസോ അങ്ങനെയൊന്നും പ്രിഫർ ചെയ്യാറില്ല. മിക്കപ്പോഴും അവിടെ ഏതെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു ആശ്രമം ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ ഓർഫനേജുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലുകളുണ്ട്, ഹോസ്റ്റലുകളുണ്ട്. അതുകൊണ്ട് ഈ അതിൻ്റെ ഒരു കോസ്റ്റ് ഒന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കിയിട്ടില്ല. പിന്നെ വിളിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഈ സ്ഥലത്ത് എന്താണ് വിളിക്കുന്നത്. യാത്ര പോകുന്നു, നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വലിയ എക്സ്പെഡിഷൻ പോകുന്ന പോലെ ദൂരത്തേക്കുള്ള വളരെ കൃത്യമായ പോയിന്റുകൾ, ഇത്ര കിലോമീറ്റർ ഓടുകയും ഇന്ന സ്ഥലത്തെത്തുകയും ഇവിടെ ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള യാത്രയായിരുന്നു. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ അങ്ങനെ പ്ലാൻ, അത് കഴിഞ്ഞ് പിന്നെ കോളുകൾ വരാം. കോവിഡ് സമയം കൂടിയായിരുന്നു. എനിക്ക് പല സ്ഥലത്തും മാറി പോകേണ്ടി വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ചില സ്ഥലത്ത് വിളിക്കുക ചെയ്യുന്നത്. ഇടത്തോട്ട് പോയാൽ കാശ്മീർ, വലത്തോട്ട് പോയാൽ ചോദിച്ചൊക്കെ ചില സമയത്ത് പ്ലാൻ അല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരില്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു മുന്നേ പ്ലാൻ നടത്തായിരുന്നില്ലേ? ഒബ്വിയസ്ലി മധുചേട്ടൻ ഇപ്പോഴും നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എൻ്റെ ആ 100 days സോളോ യാത്രയിലാണ് മധുചേട്ടൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ആക്ച്വലി ഞാൻ അതിനെ ഒരു യാത്രയായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അതൊരു കംഫർട്ട് സോണിലെ യാത്രയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു കാറിൽ, ചെറുതായിക്കോട്ടെ, ഒരു കാറിൽ, കുരുവി എന്നാണ് കാറിൻ്റെ പേര്, കുരുവിക്കൂട് പോലെ ഒരു കുഞ്ഞി കാറ്, അതിൻ്റെ അത് പുറകിൽ ഡിക്കിക്കകത്ത് എനിക്കുള്ള ഗ്യാസ്, ചെറിയ ഗ്യാസ്, അരി, റവ, ദോശമാവിൻ്റെ പൊടി, ഉണക്ക മുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഡിക്കിയിൽ ഞാനങ്ങ് പോവാണ്. നമ്മളൊരു കംഫർട്ട് സോൺ അത്. നമ്മളാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണം. വളരെ കംഫർട്ട് സോണിലൊരു യാത്ര. പക്ഷെ ആ ഒരു യാത്രയ്ക്കകത്ത് ഞാൻ നേരിട്ട വെല്ലുവിളികൾ ഭയങ്കരമായിരുന്നു. ബിക്കോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. ഞാൻ എൻ്റെ കംഫർട്ട് സോണിലല്ല യാത്രകൾ ചെയ്യുന്നത്. ഞാനൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല യാത്രകൾ ചെയ്യുന്നത്. ഞാനൊരു പുസ്തകം എഴുതാനോ ഒരു ആർട്ടിക്കിൾ എഴുതാനോ വേണ്ടിയിട്ടല്ല യാത്ര ചെയ്യുന്നത്. അങ്ങനെ എഴുതാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നൊരു 100 പുസ്തകങ്ങൾക്കുള്ള കണ്ടന്റ് ഏറ്റവും കുറഞ്ഞത് എൻ്റെ ലൈഫിലുണ്ട്. ഏറ്റവും കുറഞ്ഞ ഞാൻ 100 മനുഷ്യരിൽ കൂടുതൽ അങ്ങേ അറ്റം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത മനുഷ്യരുണ്ട്. നമ്മളൊരു മനുഷ്യൻ്റെ ലൈഫിൽ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മനുഷ്യർ മദർ തെരേസാന്നോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ പേര് പറയുമ്പം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഞാൻ യാത്രയിൽ കണ്ടുമുട്ടിയ മനുഷ്യരാണ്. എൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നും ആയിരുന്നില്ല. അതായത് വളരെ എന്താ പറയുക, ഇടുങ്ങിയ മനസ്സുള്ള, ഇടുങ്ങിയ ചിന്താഗതികളുള്ള വളരെ മോശം സ്വഭാവമായിരുന്നു. പക്ഷെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ലോകം വിശാലമാകുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ കുറച്ചുകൂടെയും ഹൃദയം തുറന്ന് മനുഷ്യരുടെ അടുത്ത് ഇരിക്കാനും ഹൃദയം തുറന്ന് മനുഷ്യരോട് സംസാരിക്കാനും പഠിപ്പിക്കുന്നത് നമ്മൾ യാത്രയിൽ കണ്ടുമുട്ടിയ സാധാ മനുഷ്യരായിരിക്കും. നമുക്ക് അവർ തരുന്ന ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ലോകമായിരിക്കും. ഒന്നും അറിയാതെ നമ്മളെ റോഡിൽ നിൽക്കുന്ന, നമ്മളെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം തന്ന എത്രയോ മനുഷ്യരുണ്ട്. നമ്മളൊരു വഴി ചോദിക്കുന്നിടത്തുനിന്ന് അതാണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ യാത്രയിൽ കിട്ടുന്ന ബോണസുകളാണ് അതെല്ലാം തന്നെ. അപ്പം മധുവേട്ടൻ ഇപ്പം ഈ ചോദിച്ച പോലെ ആ ഒരു 100 days ഒരു സോളോ യാത്രയിലല്ല ഞാനിപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്രകൾ ബാക്ക് പാക്ക് യാത്രകൾ തന്നെയാണ്. അതിൻ്റെ അകത്ത് പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ 2 രീതിയിൽ എടുക്കാം. ഒന്ന്, പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻസ് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ചെയ്യാം. ഒരു യാത്രയിൽ ഫിനാൻസിനെ നമുക്ക് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് ചെന്നാൽ ഇന്ന കാര്യങ്ങൾ കാണാനുണ്ട്, ഇന്ന മോണുമെന്റ്സ് ഉണ്ടാവും, ഇന്ന വില്ലേജസ് ഉണ്ടാവും. ഞാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും അവിടുത്തെ കൾച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനും. പിന്നെ ഇപ്പോഴും നമുക്കറിയില്ലല്ലോ ഈ ഓരോ ക്യൂരിയസ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, നെയ്ത്തുശാലകൾ തുടങ്ങി കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാം, നമ്മുടെ പൈസ സേവ് ചെയ്യാം, ടൈം സേവ് ചെയ്യാം, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോയി വരാം. പക്ഷെ എല്ലാ യാത്രകളൊന്നും പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകളല്ലാതെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ഒരു സമയം വരെയും എനിക്കൊന്നൊരു 10-25 ദിവസം വരെയും ആ ഇന്ത്യൻ യാത്രയ്ക്കകത്ത് ഞാൻ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞില്ലേ, യാത്രകൾ ഉണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് സന്തോഷ നിമിഷങ്ങൾ മാത്രമായിരിക്കും ഫേസ്ബുക്കിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ കടന്നു പോകുന്ന ട്രബിൾസ് ഉണ്ട്, ഒറ്റയ്ക്കാണ്, നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളില്ല, നമ്മൾ തന്നെ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതിൻ്റെ വരുന്ന നല്ലതാണെങ്കിലും അതിൻ്റെ വരുന്ന മോശമാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ആണെങ്കിലും നമ്മൾ തന്നെ എടുക്കുക, വേറൊരാളില്ല ഗൈഡ് ചെയ്യാൻ. അപ്പം ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് വിട്ടുകൊടുത്തതാണ്. വരുന്നിടത്ത് വെച്ച് വരട്ടെ, അല്ലെങ്കിൽ അങ്ങ് പോയി പോകാം, ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവാം. ഒരു മനുഷ്യരിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത മനുഷ്യരിലേക്ക് പോവാ. അപ്പോഴായിരിക്കും നമ്മൾ ആരും അറിയാത്ത വേറൊരു ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവുന്നത്, മനസ്സിലാകുന്നത്. അങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നതിന് വേറൊരു രസം ഉണ്ടായിരുന്നു. അൺപ്ലാൻഡ് അല്ലാതെ ട്രാവൽ ചെയ്യുക എന്നുള്ളതിൻ്റെ രസം. നാഗാലാൻഡ് പോവാൻ മടിച്ചിരുന്ന സ്ഥലത്തിൽ അല്ലെങ്കിൽ നാഗാലാൻഡിൽ പോയിട്ടുണ്ട്. അങ്ങനത്തെ യാത്രകൾ പറയാവുന്ന യാത്രകൾ ചെയ്തു. ഇപ്പം ആളുകള് പ്രത്യേകിച്ച് സ്ത്രീകള് ലേഡീസ് ഓൺലി ഒരുപാട് യാത്രകൾ കോവിഡിന് ശേഷമാണ് മാറ്റം വന്നത് ഭയങ്കരമായിട്ട്. കാരണം കോവിഡ് ആളുകളെ ഒന്ന് സ്റ്റക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഞാൻ വിചാരിക്കുന്ന എല്ലാം കൊണ്ടും ആ കോവിഡ് വന്ന സമയത്ത് ആളുകൾ ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരുന്ന ആ കാലത്താണ്. അതിനു മുമ്പ് എല്ലാവരും ജോലി, പഠിത്തം കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ കഴിഞ്ഞാൽ കല്യാണം, ആ ഒരു രീതിയിൽ പൊക്കോണ്ടിരുന്നിടത്തൊന്നും ലോകം മൊത്തം പെട്ടെന്നൊന്ന് നിന്നുപോയി. ആ നിന്നുപോയ സമയത്ത് ആളുകൾക്ക് എന്ത് ചെയ്യാനാന്നുള്ളതൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ആ ഒരു പോയിന്റിൽ അവർ കൂടുതലായിട്ടും ചിന്തിച്ചത് എന്തായിരിക്കാം, അതായത് ഇതുവരെ നമ്മൾ ജീവിച്ച ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയതെല്ലാം സമ്പാദ്യങ്ങൾ, കറൻസികളാണ്. അല്ലെങ്കിൽ ഒരു മെമ്മറി, ഓർമ്മകൾ എത്ര പേരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും? വളരെ ചുരുക്കം മനുഷ്യരുള്ളൂ കേട്ടോ. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന പല മനുഷ്യരും ഈ ഡെസ്റ്റിനേഷൻ ട്രാവലേഴ്സ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള പല മനുഷ്യരും അങ്ങനെ ആവരുത്. നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷൻ മനുഷ്യരാവരുത്. നമ്മളുടെ യാത്ര തന്നെ ആസ് സച്ച് ഒരു ഡെസ്റ്റിനിയാണ്, ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പം ഈ റിസ്കി ആയിട്ടുള്ളൊരു യാത്രകൾ എന്ന് പറയുന്നത് കോവിഡിന് ശേഷമാണ് ആളുകൾ കൂടുതലും ആ ഒരു ഏകദേശം 1 മാസത്തോളം വീട്ടിലിരുന്ന സമയത്ത് കൂടുതലും വ്ളോഗുകൾ കാണാൻ തുടങ്ങിയത്, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്, കൂടുതലും ലേഡീസ് ഉള്ള യാത്രകൾ വന്നു തുടങ്ങിയതൊക്കെ ആ സമയത്ത്. ആ മാറ്റങ്ങളൊക്കെ വളരെ നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യാന്ന് പറയും. ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു സൊസൈറ്റിക്ക് നല്ലതാണ്. ശരിക്കും മനുഷ്യൻ യാത്ര ചെയ്യുന്നതുകൊണ്ട് അവന് തന്നെയാണോ മാറ്റം ഉണ്ടാവുന്നത്, ഒരു സൊസൈറ്റിക്ക് മാറ്റം ഉണ്ടാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് മകൻ്റെ ചോദിക്കാം. ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നതുകൊണ്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അതെ, യാത്ര ചെയ്യുന്ന ആളുകള് ഒരാൾ മാത്രമായിരിക്കില്ല മാറ്റം ഉണ്ടാക്കുന്നത് തോന്നുന്നു. ഇപ്പൊ എനിക്ക് പ്രത്യക്ഷമായിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് വന്ന കാഴ്ചപ്പാട് നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് വന്ന വലിയൊരു മാറ്റം യാത്ര ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു ദൈവവിശ്വാസി അല്ലാതായി. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ദൈവം ഉണ്ടെങ്കിൽ ലോകം ഇങ്ങനെയൊന്നല്ല, കുറച്ചും കൂടി മാന്യമായിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ് ലോകം. ഒരു ദൈവം കുറച്ചുകൂടി നന്നായിട്ട് ലോകം മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. നമുക്ക് ഇവിടുന്ന് അത്ര പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. ഇവിടുന്ന് പുറത്തിറങ്ങി നേരെ തിരിച്ചു തോന്നാം. ദൈവം ഉള്ളതുകൊണ്ടാണ് കാശ്മീരും ലഡാക്കും ഒക്കെ ഇത്ര മനോഹരമായിട്ട് ഇരിക്കുന്നതെന്നും അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഈ ആളുകളുടെ പോസിറ്റീവ് തോട്ട്സ് കൂടുകയാണ് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു
നേരത്തെ നമ്മളെ ആരാണ് സഹായിക്കാനുണ്ടാവുക. അങ്ങനെ എത്രയോ ഘട്ടങ്ങളിൽ ഞാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പല കാഴ്ചപ്പാടുകളെയും നമുക്ക് നന്നായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പാകിസ്ഥാനിലെ കർത്താപൂരിലേക്ക് ഒറ്റ ദിവസത്തെ ഒരു യാത്ര നടത്താവുന്ന ഒരു പ്രത്യേക യാത്ര. പൊതുവെ നമുക്ക് നമ്മുടെ സിനിമകൾ വെച്ചൊരു കുഴപ്പമാണെന്ന് തോന്നുന്നു. ഈ വട്ടത്താടി ഇല്ലാത്ത ഈ പത്താൻ ആൾക്കാരെ ഭീകരരായിട്ടാണ് സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുകയും ഏറ്റവും നന്നായിട്ടൊരു ദിവസം ചെലവഴിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാനിലെ കർത്താപൂർ പോയ സമയത്ത് നമ്മളെ അവിടെ ബോർഡർ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വൈകുന്നേരം നമ്മളെ എസ്കോർട്ട് ചെയ്യുന്ന ഒരു പട്ടാള ഓഫീസറുണ്ട്. അയാൾ പറഞ്ഞതുപോലെ സെൻസുള്ള പൊളിറ്റിക്കലി റിലീജിയസ് ആയിട്ടുള്ള ഡയലോഗുകളെ ഞാൻ സത്യത്തിൽ വേറെ എവിടെയും കേട്ടിട്ടില്ല. അയാളുടെ രൂപം വെച്ചിട്ടാണ് ആദ്യം വിലയിരുത്തുന്നത്. നമ്മൾ പാക് ഭീകരനാണ്, പാക്കിൽ ഭീകരനെ കുറിച്ച് പറഞ്ഞ ആളുകളാണ്. പക്ഷെ ആളുകൾ അങ്ങനെ നല്ല മനുഷ്യന്മാര് ലോകത്തെ എല്ലായിടത്തും രാജ്യത്തിലും മതത്തിലും ഒരു പ്രശ്നമില്ലാത്ത കാഴ്ചപ്പാട് നമ്മൾ അങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ചില സാധനങ്ങൾ ഉറപ്പിക്കും. ഇത് കുറെ ആളുകൾ യാത്ര ചെയ്യുന്ന കുറെ ആളുകൾ ഒരു കൾച്ചർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു ആൾക്കാരുടെ ഒരു സംസ്കാരമില്ലല്ലോ. കൾച്ചർ പോസിറ്റീവ് ക്വാളിറ്റീസ് ഓഫ് ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിന്റെ പോസിറ്റീവ് ക്വാളിറ്റി. യാത്ര ചെയ്യുന്ന ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് ക്വാളിറ്റി പല വിധത്തിലായിട്ടുണ്ടാവുക. സഹിഷ്ണുത വരും. ഇപ്പം നമ്മൾ ദുബായിലൊക്കെ ആളുകൾ മര്യാദയെ പറ്റി പറയും. അത് ഞാൻ മനസ്സിലാക്കിയത് ദുബായിൽ നിങ്ങൾ 100 പേരെ കാണുന്ന സമയത്ത് അതിൽ 10 ആളുകൾ തദ്ദേശവാസികളില്ല. കാരണം അതിൽ 90 പേരും പല സ്ഥലത്ത് വന്ന ആളുകളാണ്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് സാധനമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുള്ളിൽ മര്യാദ വരും. നമ്മൾ മറ്റൊരു സ്ഥലത്താണ്, നമ്മൾ കുറച്ചുകൂടി മര്യാദ പാലിക്കേണ്ടതാണ് ബോധം വരും. സ്വാഭാവികമായിട്ടും 90 ആളുകൾ ഇതേ മര്യാദ പാലിക്കുന്ന സമയത്ത് മാറുന്നതാണ്. നമുക്കൊക്കെ നമ്മുടെ പ്രശ്നമുണ്ടല്ലോ. നമ്മളതുകൊണ്ടാണല്ലോ ഈ ബംഗാളി തൊഴിലാളികളെ സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടുത്തെ സ്വന്തക്കാരല്ലാന്നും ഇഷ്ടപ്പെട്ടു തോന്നുന്ന ഒരു ഇത് വരികയായിട്ട് മൊത്തം മനുഷ്യന്മാരിലേക്ക് വരുന്നതാണ് തോന്നുന്നു. യാത്രയൊക്കെ ആയിരിക്കും മനുഷ്യന്മാരെ മാറ്റി തീർക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ ഒരുപാട് ലേഡീസ് ഉള്ള ഈ ട്രാവൽ ഗ്രൂപ്പ്സ് ആണെങ്കിലും ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയമുണ്ടായിരുന്ന സ്ത്രീകളെ ശരിക്കും മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഈ ട്രാവൽ ഗ്രൂപ്പുകളൊക്കെയും ഹെൽപ്പ് ചെയ്തത്. അതൊരുപാട് മാറ്റങ്ങൾക്ക് തന്നെ കാരണമായിട്ടുണ്ട്. കാരണം ഈ അടുക്കളയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലോകത്തിൻ്റെ അകത്തോ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു വിശാലമായിട്ടുള്ള ലോകമുണ്ട് എന്ന് നമ്മൾ പറയുമ്പം അത് പോയി കാണുമ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഒരു മനുഷ്യൻ ഒരു സ്പേസിൽ നിന്ന് വേറൊരു സ്പേസിലേക്ക് മാറുമ്പോഴത്തേക്കും അവനുണ്ടാവുന്ന രൂപാന്തരങ്ങൾ, നമ്മൾ പോയി ഓരോ രാജ്യത്തെയും മനുഷ്യരെ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെയും മനുഷ്യരെ അല്ലെങ്കിൽ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്. കുറച്ച് ആളുകളെ കൂടെ കണ്ട് ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ യാത്രാ ഗ്രൂപ്പുകളൊക്കെ നല്ലതാണ്. കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയമുള്ള സ്ത്രീകൾക്ക് ഗ്രൂപ്പോടുകൂടി യാത്ര ചെയ്യാം. ആ ഒരു കൾച്ചർ വന്നത് നല്ലത് തന്നെയാണ്. ചില ആളുകൾക്ക് ചിലപ്പം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അവരുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മധുവായിട്ട് പറഞ്ഞ പോലെ ഈ ഒരു 100 ഡേയ്സിൻ്റെ ഒരു സോളോ യാത്ര എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ കറേജ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ധൈര്യമാണ്. നമുക്കതിനെ ഫേസ് ചെയ്ത് നമ്മൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. മധുവേട്ടാ, അതിന് ട്രാവൽ ഹെൽപ്പ് ചെയ്യും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. 10 മിനിറ്റ് എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും നിധിയോടെ യാത്രകളെ പറ്റിയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യം വളരെ
മെഡിക്കൽ എമർജൻസി. ഈ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി നമുക്ക് യാത്രകൾക്കിടയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ കൊണ്ട് നമുക്ക് മെഡിക്കൽ എമർജൻസീസ് വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു മെഡിക്കൽ കിറ്റൊക്കെ കരുതും. ഇൻ കേസ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ടൈപ്പ് ഓഫ് യാത്രകൾ, പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകൾ, ഓക്കെ വരുന്നിടത്ത് വെച്ച് വരട്ടെ, ഒഴുക്കിനൊപ്പം പോവുക എന്ന് പറയുന്ന യാത്രകൾക്ക് മെഡിക്കൽ എമർജൻസീസ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര വലിയ ഉണ്ട്. AMS വന്ന് ഞാൻ ശരിക്കും ലഡാക്കിൽ പോയ സമയത്ത് AMS പറയും, അതായത് മൗണ്ടൻ സിക്നസ് ആണത്. അപ്പം AMS വന്നപ്പോൾ AMS ആണെന്ന് മനസ്സിലാവുന്നുണ്ടാവുന്നില്ല. നെക്കൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഷോളൊക്കെ വെച്ചിട്ട് ഫുള്ളും ഞാനിങ്ങനെ കവർ ചെയ്ത് ഞാൻ എന്നെ തന്നെ ഒട്ടും കയ്യോ കഴുത്തോ ഒന്നും അനക്കാനേ പറ്റുന്നുണ്ടാവുന്നില്ലാത്തൊരു മെഡിക്കൽ എമർജൻസി. അപ്പം ഞാൻ അന്ന് താമസിക്കുന്ന ഒരു വളരെ കുറച്ച് ദൂരെയുള്ളൊരു വില്ലേജിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ വില്ലേജിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എനിക്കത് AMS ആണെന്നുള്ളത്. ഞാൻ ഡൈമോക്സ് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പിന്നെ എഴുന്നേക്കുന്നില്ല. ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. ബിക്കോസ് നമുക്ക് ഓക്സിജനേഷൻ കുറഞ്ഞിട്ട് മധുവേട്ടനറിയാലോ, ഓക്സിജനേഷൻ ഡൈമോക്സ് ഒന്നും എനിക്ക് ഏറ്റില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് പട്ടാളക്കാരെടുത്തിട്ട് പോവാ. അല്ലെങ്കിൽ ലൈക്ക് ആയ്മ പേടിച്ചു പോയി. അവർക്ക് പക്ഷെ അറിയാമെങ്കിലും ലൈക്ക് അങ്ങനെയുള്ള മെഡിക്കൽ എമർജൻസീസ് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര പ്രിക്കോഷൻ എടുത്താലും ചില സമയത്ത് നമുക്കതിനെ നമ്മളുടെ കൺട്രോളിലല്ലല്ലോ നിൽക്കുന്ന മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാവും. ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഞാനും ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഡെയിലി ലൈഫിൽ എനിക്കിവിടെ ആകെയുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് എൻ്റെ ബൈക്ക് മാത്രമാണ്. അപ്പം നമുക്ക് നിത്യജീവിതത്തിൽ പാല് മേടിക്കാൻ പോകണ തൊട്ട് നാട്ടിൽ പോകണമെങ്കിൽ ഒരു ബൈക്ക് പോകേണ്ട അവസ്ഥയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആൾക്കാർ കാര്യമായി നമ്മളെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് സ്ത്രീ ആയതുകൊണ്ട് ശ്രദ്ധിക്കും. ഇപ്പം വാർഡ്രോബ് ചുരുക്കേണ്ടി വരും. ചുരിദാർ ഇടുമ്പോഴുള്ള ശ്രദ്ധ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ടീഷർട്ടിലേക്കും ജീൻസിലേക്കും ചുരുങ്ങേണ്ടി വരും, ആഗ്രഹമില്ലെങ്കിൽ പോലും. അപ്പൊ ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. ഇതിൽ ഈ ശ്രദ്ധ തുടക്കത്തിൽ കുറച്ച് എക്സലറേറ്റിംഗ് ആണ്, എക്സൈറ്റിംഗ് ആണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഭയങ്കരമായിട്ട് മടുപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒന്നും റോഡ് നിയമം ഒന്നും അറിയാതെ ഇൻഡിക്കേറ്റർ ഇടാതിരുന്നാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതും നമ്മളുടെ വണ്ടി ഒന്നും അറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു സ്ത്രീ ആയത് എന്തുകൊണ്ട് ഇതിന് ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരാൻ. അപ്പൊ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ പ്രെജുഡിസസിനെ അതിലുപരി നോട്ടങ്ങളുണ്ടല്ലോ നിരന്തരമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന നോട്ടങ്ങൾ അവസ്ഥയാക്കാറുണ്ട്. എടാ, അത് ഓരോ ആളുകൾ എടുക്കുന്ന പോലെ ഇരിക്കും. ഞാനത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ്. അത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. കാരണം നമുക്ക് ഒരാളെയും സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഏത് മനുഷ്യനും, അത് ആണോ പെണ്ണോ സ്ത്രീ പുരുഷൻ എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യുമ്പം ഈ തുറിച്ചു നോട്ടങ്ങൾ, കുറ്റം പറച്ചിലുകൾ, അപവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മളുടെ ഇഷ്ടമാണ് ഒരു ബൈക്ക് ഓടിക്കാന്നുള്ളത്. ബൈക്ക് പറഞ്ഞാൽ ബുള്ളറ്റ് ഓടിക്കുമായിരുന്നു, മറിയും. എനിക്കങ്ങനെ നാണോ എളുപ്പമൊന്നുമില്ല. ഞാൻ ആരുടെ മുഖത്തൊന്നും നോക്കില്ല. ഞാൻ നേരെ ബൈക്ക് എടുത്ത് വെക്കും, ബാക്കി ഓടിക്കും. പിന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ വീണ്ടും പറയുമായിരിക്കും. ആദ്യം കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് വലിയ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് പാലാരിവട്ടത്തെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുടെ മുഖത്ത് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. നോട്ടങ്ങൾ ഉണ്ടാവും, നമ്മളതിനെ എടുക്കാതിരിക്കുക എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല. സ്വയം രൂപാന്തരപ്പെട്ട് മനുഷ്യൻ മാറി 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 വരുമ്പോഴത്തേക്കും ഇഗ്നോർ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു വേറെ കാര്യം, കുറഞ്ഞു വരുന്നത് പറയും. പക്ഷേ ഇവിടെ നമ്മൾ കുട്ടികളൊക്കെ മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ മറ്റൊരാളെ മടി ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറി വരുന്നുണ്ട്. തോന്നാറില്ല. ശരീരത്തിലേക്കുള്ള നോട്ടം അവിടുത്തെ കുറവാണെന്നാണ് എൻ്റെ ഒരു നോട്ടം. നമ്മളിവിടെ എന്താ പറയുക, വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ തന്നെ ഒരു ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ നോട്ടം അല്ലെങ്കിൽ ഇരുത്തം എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഇതൊന്നും ബോധർ ചെയ്യുന്നില്ല. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ബോധർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ആളുകളെയും അളന്നു മുറിച്ചാണ് എടുക്കുന്നത്. ലൈക്ക് നമുക്ക് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ എത്ര സെൽഫ് സെൻറ്റേർഡ് ആണെങ്കിലും മറ്റൊരാളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പുറത്തേക്ക് പോകും തോറും ആളുകൾ അതിനെ ഇഗ്നോർ ചെയ്താണ് വിടുന്നത്. അവരെ സംബന്ധിച്ച് അതൊന്നും അവരുടെ മാറ്റർ അല്ല. പിന്നെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ പറയാമോ എന്നറിയത്തില്ല. ഒരു ലിറ്ററസി ഇഷ്യൂ ഉണ്ട്. നമ്മളിവിടെ ഭയങ്കര ലിറ്ററേച്ചറിൽ നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവിടോട്ട് ചെല്ലുന്ന സമയത്ത് ആളുകൾ ഇതൊന്നും ബോധർ ചെയ്യാനുള്ളൊരു അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് സമയമില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്
അവരൊക്കെ അതിനെ വേർതിരിച്ച് കാണാനുള്ള ഒരു, എല്ലാ മനുഷ്യരും അല്ല, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കൊപ്പം ട്രാവൽ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കൊപ്പമാണ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷനോ പോകുന്നത്. ആ മനുഷ്യരൊന്നും അതൊന്നും ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരത്രയൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അവർക്ക് അവരുടെ ലോകം, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെന്ത് നോക്കാനാ. ഈ ചേച്ചി നമ്മൾ പോകുമ്പോഴും അവിടുത്തെ ആൾക്കാർ എന്തിരിക്കുന്ന ആളാണോ പെണ്ണാണോ സുന്ദരിയാണോ എന്നെ മുന്നിലാണോ ഇരിക്കുന്നത് ആലോചിക്കുന്നത്. വൈകുന്നേരം പോയി വെക്കാനുള്ള അരി അവിടെ ഉണ്ടോ എന്നൊക്കെ എനിക്ക് ആലോചിച്ചുകൊണ്ടിരുന്നുണ്ടാവുക. അതുകൊണ്ട് ആയിരിക്കും തോന്നുന്നു. മറ്റ് ചോദ്യങ്ങൾ വല്ലതുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു അവിടെ കേരളത്തിന്റെ പുറത്തുനിന്ന് കണ്ട ഒരു കേരളത്തെ കുറിച്ച് പറയാമോ? ഈ യാത്രക്കിടയിൽ കേരളം വിട്ടു പോകുമ്പോൾ വിട്ടുപോയ ഇടത്തെ കുറിച്ചുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതിനെ കുറിച്ച് ആ ഒരു ഓൾ ഇന്ത്യൻ യാത്രയുടെയാണ് ചിന്തിക്കുന്നത്. അല്ല, ഞാനിപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ സോളോ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചെനിക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു ക്രേവിങ് ഭയങ്കരമായിട്ടുണ്ടാവും. കേരളത്തിന്റെ പുറത്ത് നിന്ന് കണ്ട കേരളം എന്ന് പറയുമ്പം അങ്ങനെയല്ല, നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെയും ഈവൻ നമുക്ക് നിയമ സംവിധാനങ്ങളാണ് കുറച്ചുകൂടെയും സ്ട്രോങ് ആയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ 1-2 എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സമയത്തും എനിക്ക് അത്ര കണ്ടൊരു ലീഗൽ സപ്പോർട്ട്സ് ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മളുടെ നാട്ടിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായേനെ, നമുക്കൊരു ജസ്റ്റിസ് കിട്ടുമായിരുന്നു എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ട് യാത്രകളുടെ കാര്യങ്ങൾക്കകത്ത്. അതല്ലാതെ മറ്റു കാര്യങ്ങൾക്കകത്ത് എന്താ, നമ്മളുടെ ഒരു കംഫർട്ട്, നമ്മളുടെ നാട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കംഫർട്ട് സോൺ ആണല്ലോ, നമ്മളുടെ ഒരു കംഫർട്ട് സ്റ്റേഷനാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. യാത്രയുടെ ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടും ചോദിച്ചുകൊണ്ടും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത വർഷത്തെ ഇതേ ലിറ്ററേച്ചർ മറ്റ് യാത്രകളുടെ വിശേഷങ്ങളുമായിട്ട് നിധി കുര്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിധി കുര്യൻ ഈയിടെയായി ഞാൻ ശ്രദ്ധിച്ചത് യാത്രകൾ ചെയ്യുന്നല്ലോ, അല്ലാതെ അതിനെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന ആൾക്ക് മാത്രമുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അടുത്ത യാത്രകളൊന്നുമില്ലല്ലോ എന്നോട് പറഞ്ഞു. നമ്മൾ അറിഞ്ഞില്ല, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ പുസ്തകങ്ങൾ വരുമായിരിക്കും, ചിലപ്പോൾ ഇപ്പൊ നിഷേധിക്കും, എന്നാൽ ചില പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുന്നു. യാത്രികരങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഏതായാലും നിധിയുടെ ഭാവി യാത്രകൾ ജീവിതയാത്രയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ യാത്രകളെ ഒരു പോയിന്റിൽ ആദ്യ കാലങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എത്ര 10-15 വർഷം മുമ്പൊക്കെ ചെറുതായിട്ട് ഈ ഓൺലൈൻ മാഗസിൻ ബ്ലോഗുകളായിരുന്നു എഴുതി തുടങ്ങിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ആളുകൾക്ക് കുറച്ച് സന്തോഷമായിരുന്നു വായിക്കാൻ വേണ്ടിയിട്ട്, വായിച്ച് നല്ല അഭിപ്രായം പറയുന്ന മനുഷ്യരുണ്ടായിരുന്നു. പോകെ എൻ്റെ ഇന്ത്യൻ യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യാത്രകൾ ഇടാൻ പേടിയായി തുടങ്ങി മധുവേട്ടാ, സത്യസന്ധമായിട്ട് അറിയാമല്ലോ. കാരണം നമ്മൾ, എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ മീശപ്പുലിമല കയറാൻ പോയിട്ട് എൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ബ്രദർ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എവിടെ അവള് ഇങ്ങനെ കയറി ഇങ്ങനെ നടക്കാൻ സമ്മതിച്ച് വിട്ടിട്ടാണോ? ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ അമ്മ നേരിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടേക്കാണോ എന്നുള്ള രീതിയിൽ. അപ്പോഴൊക്കെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യാന്നുള്ള കാര്യം പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ യാത്രയുടെ എൻ്റെ ഇക്കിഗൈ എന്താന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു പോയിന്റ് ഉണ്ട്.
അത് തിരിച്ചറിഞ്ഞ ശേഷം എനിക്ക് അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്യാനോ സോഷ്യൽ മീഡിയയിൽ ഇടാനോ ഒന്നും തോന്നാറില്ല. ആ യാത്രകളൊക്കെ ഞാൻ എൻ്റെ സോളിലാണ് എടുക്കുന്നത്. ഞാൻ ഭയങ്കര സന്തോഷിച്ച്, ഞാൻ വളരെയധികം സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. എനിക്കത് മതി. ശരി, താങ്ക് യു.